ജാസ്മിൻ ബഡ്സ് യൂസ് ചെയ്തിട്ടുള്ള ഹെയർ ആക്സസറീസ് എല്ലാവരുടെയും ഫേവറേറ്റ് ആണ്. അപ്പോൾ കുറച്ച് ഡിഫറെൻ്റ് ആയിട്ടും യുണീക്കുമായിട്ടുള്ള ഒരു പാറ്റേൺ ഒന്ന് ചെയ്ത് നോക്കിയാലോ. അപ്പോൾ അതിനായിട്ട് 4mm സൈസ് വരുന്ന കുറച്ച് ഗിയർ വയർ ആവശ്യമുണ്ട്. അതുപോലെ ചെറിയ ഷുഗർ ബീഡ്സ് ആണിത്. ഗിയർ വയറിൻ്റെ കുറച്ച് കമ്പി ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതിനുശേഷം ഇങ്ങനെ കൈവച്ചൊന്ന് പിരിച്ചെടുക്കുന്നുണ്ട്. അത്യാവശ്യം വലിയ വലുപ്പത്തിലാണ് ഞാൻ പിരിച്ചെടുക്കുന്നത്. അതേപോലെ ഷുഗർ ബീഡ്സ് ഞാൻ കമ്പിയിൽ കോർത്തെടുത്ത് ഇതേപോലെ തന്നെ ഒരു ഷേപ്പിൽ അതിനെ പിരിച്ചെടുക്കുന്നുണ്ട്. അതിനുശേഷം 2 കമ്പി കൂട്ടിപ്പിടിച്ച് ഒന്ന് ചുറ്റിയെടുക്കുന്നുണ്ട്. ശേഷം അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിൽ ഇതേപോലെ തന്നെ ആദ്യം ചെയ്ത് അതേ രീതിയിൽ തന്നെ ഷുഗർ ബീഡ്സ് ഒന്ന് ചുറ്റിയെടുക്കുന്നുണ്ട്. ഇനി ആദ്യം ചെയ്തതുപോലെ തന്നെ ആ ഒരു ഷേപ്പ് ഇതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിൽ ഒന്നുകൂടി ചെയ്യുന്നുണ്ട്. അതിനുശേഷം ഇതിൻ്റെ അധികം വരുന്ന കമ്പി കട്ട് ചെയ്ത് കളയുന്നുണ്ട്. ഇതേപോലെ ഒരു ബ്രാഞ്ച് കൂടി നമ്മൾ ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ, അതവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ നമ്മൾ ഈ ഷേപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന ഭാഗത്ത് ഗ്ലൂ അപ്ലൈ ചെയ്യുകയാണ്. B7000 എന്ന് പറയുന്ന ഗ്ലൂ ആണ് ഞാൻ യൂസ് ചെയ്യുന്നത്. ആ കമ്പിയുടെ ചുറ്റിലും കൃത്യമായിട്ട് ഗ്ലൂ അപ്ലൈ ചെയ്യുന്നു. അതിനുശേഷം അവിടെ സ്റ്റോൺ ഒട്ടിച്ചു കൊടുക്കുക ചെയ്യുന്നത്. ഗോൾഡൻ കളർ സ്റ്റോൺ ആണ് ഞാൻ എടുത്തിരിക്കുന്നത്. താഴെയുള്ള ഹോളിലും ആ സ്റ്റോണ് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ ഇതിവിടെ രണ്ടും റെഡി ആയിട്ടുണ്ട്. ഇതൊരു ഫെൽ ഷീറ്റാണ്, ബ്ലാക്ക് കളറാണ് എടുത്തിരിക്കുന്നത്. അതിനൊന്ന് റൗണ്ടായിട്ട് കട്ട് ചെയ്തതിന് ശേഷം ഹോട്ട് ഗ്ലൂ ആണ് ഇവിടെ ഞാൻ ചെയ്ത് കൊടുക്കുന്നത്. അതിനുശേഷം ജാസ്മിൻ ബഡ്സ് ഓരോന്നോരോന്നായിട്ട് ആ ഗ്ലൂവിൻ്റെ മുകളിലേക്ക് ഒട്ടിച്ചു കൊടുക്കുകയാണ്. ഇങ്ങനെ ഫുൾ റൗണ്ട് ഷേപ്പിൽ ഒട്ടിച്ചു കൊടുക്കുകയാണ്. അതിനുശേഷം നമ്മൾ ആദ്യം റെഡിയാക്കി വെച്ചിരിക്കുന്ന ആ ഒരു ഡിസൈനും കൂടി അതിൻ്റെ അകത്തേക്ക് വെച്ച് കൊടുക്കുന്നുണ്ട്. ശേഷം രണ്ടാമത്തെ ലെയർ ജാസ്മിൻ ബഡ്സ് അതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഇവിടെ ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്. ഇനി ആ സെൻറ്ററിൽ കുറച്ചുകൂടി ഹോട്ട് ഗ്ലൂ അപ്ലൈ ചെയ്യുന്നുണ്ട്. അതിനുശേഷം 2 ബഞ്ച് പോളൻസ് ആണ് എടുക്കുന്നത്. അത് അങ്ങോട്ടേക്ക് ഇറക്കി വെച്ച് കൊടുക്കുകയാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമ്മുടെ ഫ്ലവർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതൊരു ബാൻഡിലേക്ക് അറ്റാച്ച് ചെയ്ത് കൊടുക്കുകയാണ്. ചെറിയ കുട്ടികൾക്കൊക്കെ യൂസ് ചെയ്യുന്ന ഹെഡ് ബാൻഡാണിത്. ഇതിനിങ്ങനെ ഒന്ന് വലിച്ചു പിടിച്ചതിന് ശേഷം അതിലും ഹോട്ട് ഗ്ലൂ ആണ് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത്. അതിനുശേഷം നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന ഫ്ലവർ അതിലേക്ക് ഒട്ടിച്ചു കൊടുക്കുന്നു. അതേപോലെ തന്നെ ഇതിൻ്റെ ബാക്ക് സൈഡിലും ഞാൻ ഹോട്ട് ഗ്ലൂ നല്ലപോലെ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ഒരു ഫെൽ ഷീറ്റ് കൂടി അവിടെ ഒട്ടിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ, സിമ്പിളായിട്ട് എന്നാൽ കാണാൻ നല്ല ഡിഫറെൻ്റ് ആയിട്ടും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഹെഡ് ബാൻഡ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ജാസ്മിൻ ബഡ്സ് വെച്ചിട്ടുള്ള ഹെയർ ആക്സസറീസ് ഇപ്പോൾ വളരെ കോമൺ ആണ്. എന്നാൽ അതിന് കുറച്ച് ഡിഫറെൻ്റ് ആയിട്ടൊക്കെ വേണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് ഈ രീതിയിൽ ഡിസൈൻ ചെയ്തെടുക്കാം. അപ്പോൾ അത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്.